എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 13 ശ്ലോകം 12, 13, 14, 15, 16 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അവര് വളരെ രസമായിട്ട് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ചിരിച്ചും കളിച്ചും ഭഗവാനോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു ഗോപകുമാരന്മാര്. പശുക്കുട്ടികളെയൊക്കെ അങ്ങനെ മേയ്ക്കാൻ വിട്ടിട്ടുണ്ടല്ലോ. പശുക്കുട്ടികള് പുല്ല് തിന്ന് 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 ദൂരേക്ക് അങ്ങോട്ട് പോയി. കാണാനില്ലാതെയായി അവര്. അപ്പൊ ഇതാ ഭഗവാൻ അന്വേഷിച്ചു പോന്നു. അടുത്ത ശ്ലോകങ്ങളില് ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 12. ഭാരതൈവം വത്സവേഷു ഭുഞ്ജാനേഷു അച്യുതാത്മസു വത്സാസ്ത്വന്തർവനേ ദൂരം വിവിശു തൃണലോപിതാ. ശ്രീ ശുബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിനെ ഇതാ വിളിക്കണു. ഭാരതവംശത്തിൽ ഉത്ഭവിച്ച ഉത്തമനായ രാജൻ, ഹേ ഭാരത കുലോൽപ്പന്ന എന്നാ വിളിക്കുന്നത്. ആ മുമ്പ് പറഞ്ഞ പോലെ ഭഗവാനിൽ തന്നെ മനസ്സ് വെച്ചിരിക്കണം ആ കുട്ടികള്. ആ ഗോപകുമാരന്മാരും ഒന്നിച്ചിരുന്നിങ്ങനെ പല നേരം പോക്കുകളും പറഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഇളംപുല്ലുകള് തിന്നു മതിയാകാതെ അതിലാണ് കൂടുതൽ ഇഷ്ടം പശുക്കുട്ടികൾക്ക് ഇളംപുല്ല് തിന്നാനാ. അപ്പൊ അത് നോക്കി 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 അവരിങ്ങനെ മുൻപോട്ട് പോയി. അങ്ങനെ അവര് കാട്ടിന്റെ ഉള്ളിലേക്ക് കുറെ ദൂരം അങ്ങോട്ട് പോയി. അവര് പെട്ടെന്ന് കുട്ടികളെ എല്ലാം മറന്ന് ഭഗവാന്റെ കൂടെ ഭക്ഷണം കഴിക്കായിരുന്നില്ലേ. നോക്കിയപ്പോ പശുക്കുട്ടികളെ കാണാല്ലേ അവര് നിർത്തിയ സ്ഥലത്ത്. അപ്പൊ പറയണു, താൻ ദൃഷ്ട്വാ ഭയസംദ്രസ്താൻ ഊജേ കൃഷ്ണോസ്യ ഭീഭയം മിത്രാണ്യാശാന്മാ വിരമതേ ഹാനേഷ്യേ വത്സഖാനഹം. അസ്യ ഇതിന്റെ ഭീഭയം ഭയത്തിനും ഭയരൂപനായിരിക്കുന്ന കൃഷ്ണ ശ്രീകൃഷ്ണൻ, ഭയസന്ത്രസ്താൻ പേടിച്ചു വിറച്ചവരായ താൻ അവരെ ദൃഷ്ട്വ കണ്ടിട്ട്, ഊജെ പറഞ്ഞു. കുട്ടികളെല്ലാരും പേടിച്ചിരിക്കുമ്പോ പറഞ്ഞു, മിത്രാണി, അതാണ് മിത്രാണ്യാശാന്മാ വിരമദേഹാനേഷ്യ എന്നുള്ളത്. മിത്രാണി, ഹേ മിത്രങ്ങളെ, ആശാത് ഭക്ഷണത്തിൽ നിന്ന്, മാ വിരമത വിരമിക്കണ്ട, അഹം ഞാൻ, വത്സകാൻ കുട്ടികളെ, ഇഹ ഇവിടെ, ആനേഷ്യേ കൊണ്ടുവരാം. അതാണ് മിത്രാണ്യാശാന്മാ വിരമദേഹാനേഷ്യേ എന്നുള്ള വാക്ക് അന്വയം. പശുക്കുട്ടികളെ കാണാതായപ്പോ ഗോപകുമാരന്മാര് വളരെ ഭയപ്പെട്ടു. അയ്യോ, നമ്മുടെ പശുക്കുട്ടികളെ കാണാനില്ലല്ലോ, ഈശ്വരാ ഇനി എന്താ ചെയ്യാന്നൊക്കെ പറയും. അപ്പോഴാ ഈ ലോകത്തിന്റെ തന്നെ സർവ ഭയത്തെയും തീർത്ത് രക്ഷിക്കുന്നതിനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അല്ലയോ സ്നേഹിതന്മാരെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒട്ടും ഭയപ്പെടണ്ട. നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, അതിന്ന് നിങ്ങൾ എണീറ്റ് വരണ്ട. ഞാൻ പോയി നോക്കാം. ഞാൻ ഒരാൾ മാത്രം പോയി പശുക്കുട്ടികളെ ഇങ്ങോട്ട് ആട്ടിക്കൊണ്ടുവരാം. നിങ്ങൾ ഒട്ടും സംശയിക്കണ്ട, നിങ്ങൾ അവിടെ ഇരുന്നോളൂ കേട്ടോ. കുട്ടികൾക്ക് അത് വിശ്വാസമായി. ഭഗവാൻ അത് ചെയ്യുന്നുള്ളത്, ശ്രീകൃഷ്ണൻ ചെയ്യുന്നുള്ളത് അവർക്കറിയാം. അപ്പൊ ഭഗവാൻ പറയണതിന്റെ അർത്ഥം അതാണ്, പശുക്കുട്ടികളെ തിരയാൻ നിങ്ങൾ പോകുന്നത് കൊണ്ട് ഫലമില്ല. ഭക്ഷണത്തിന് മുടക്കം വന്നു എന്നുള്ള ഒരു ഫലം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ദുഃഖം എനിക്ക് അസഹ്യമാണ്, എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതാണ് മിത്രാണി എന്ന് ആ സംബോധന. പ്രിയപ്പെട്ടവരാണ് ഭഗവാൻ, അത്രയും പ്രിയപ്പെട്ടവരാണ് ആ ഗോപകുമാരന്മാര്. ഇത്യുക്ത്വാദ്രിതരീ കുഞ്ച ഗഹ്വരേഷാത്മവത്സകാൻ വിചിന്വൻ ഭഗവാൻ കൃഷ്ണ സപാണി കപളോയയൗ. ഇങ്ങനെ പറഞ്ഞിട്ട് അനന്തമായ ഐശ്വര്യത്തിന്റെ സ്വരൂപഭൂതനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ചോറ്റുരുള ഇടത്തെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കല്ലേ, അത് അങ്ങനെ തന്നെ ആ പിടിച്ചോണ്ട് തന്നെ അങ്ങോട്ട് എണീറ്റു. കൈയും കൂടി കഴുകിയില്ല, അതിനുള്ള സമയം ഇല്ല അതെന്നുള്ള മട്ടില് എണീറ്റ് വേഗം തന്നെ തന്റെ പശുക്കുട്ടികളെ തിരഞ്ഞും കൊണ്ട് അങ്ങനെ പോയി. പർവ്വതങ്ങള്, അവയിലുള്ള ഗുഹകള്, വള്ളിക്കുടിലുകള്, അപ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള വനം. അവിടെ ഒന്നും കണ്ടില്ല, ഘോര വനത്തിലേക്കാണ് പ്രവേശിച്ചു. ഞാൻ വ്രജനാഥനല്ലേ, ഈ പശുക്കുട്ടികളെയൊക്കെ എന്റെ അല്ലേ, അപ്പൊ അത് തിരയേണ്ട ഭാരം എന്റെ അല്ലേ എന്നുള്ള മട്ടാണ്. ബ്രഹ്മാവ് അത് മറിച്ചിട്ടുണ്ടെന്നൊക്കെ ഭഗവാൻ അറിയാം. ബ്രഹ്മമോഹനം എന്നാണ് അത് പറയാം. ബ്രഹ്മാവിനെ മോഹിപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ് ഭഗവാൻ. അംഭോ ജന്മജനി
തദന്തരഗതോ മായാർഭഗസ്യേഷിതുർ ദ്രഷ്ടും മഞ്ജുമഹിത്വമന്യദവി തദ്വത്സാനിതോ വത്സപാൻ നീത്വാന്യത്ര കുരുദ്വഹാന്തരദധാൽ ഖേവസ്ഥിതോയപുരാ ദൃഷ്ട്വാഘാസുരമോക്ഷണം പ്രഭവത പ്രാപ്ത പരം വിസ്മയം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പശുക്കുട്ടികളെ ആട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഗോപകുമാരന്മാരെ വിട്ടുപോയ ആ തക്കം നോക്കി ബ്രഹ്മാവ് ഈ ഗോപകുമാരന്മാരെയും പശുക്കുട്ടികളെയും ആ സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് മറച്ചു, വേറൊരു സ്ഥലത്തേക്ക് അങ്ങോട്ട് ആക്കി കൊണ്ടുപോയി. ഭഗവാൻ ബ്രഹ്മലോകത്തിൽ കൊണ്ടിരുത്തി അവരെ ഒളിപ്പിച്ചു വെച്ചു. ശ്രീ ശുഖബ്രഹ്മർഷി പറയണു, ഹേ കുരുശ്രേഷ്ഠ, ഇങ്ങനെ എന്താ ബ്രഹ്മാവ് ചെയ്തതെന്നറിയോ? ആ ആകാസുരൻ മോക്ഷം കൊടുത്തത് ഇങ്ങനെ നോക്കി കണ്ടപ്പോ ആ ആകാശത്ത് നിന്നിട്ടാണല്ലോ ബ്രഹ്മാവ് ഇത് കാണുന്നത്. ബ്രഹ്മാവിന് വളരെ അത്ഭുതം. ഇത് എന്തൊരു ആശ്ചര്യം! അത് ഈ കുട്ടികളുടെ എച്ചിലും ഭക്ഷിച്ച് ആ പരിപൂർണ ബ്രഹ്മ സ്വരൂപനുമായിട്ടുള്ള ഈ ശ്രീകൃഷ്ണ ഭഗവാൻ എന്താ ഇങ്ങനെ ഈ കുട്ടികളുടെ കൂടെ അവരുടെ പോലെ തന്നെ ഇങ്ങനെ കളിക്കണത്? എന്തൊരു ആശ്ചര്യം! ഇങ്ങനെ പരിപൂർണ ബ്രഹ്മമായിട്ടുള്ള ഈശ്വരൻ ഇങ്ങനെ അവരുടെ കൂടെ കളിക്കാമോ എന്നൊക്കെ തോന്നണെന്ന് ബ്രഹ്മാവിന്. ഈ ബാലകൃഷ്ണൻ ഇനി എന്തൊക്കെ ലീലകളാ നടത്താൻ പോണത്, ഒന്ന് കാണാലോ എന്ന് ബ്രഹ്മാവ് വിചാരിച്ചു. അതൊന്ന് ആനന്ദിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പശുക്കുട്ടികളെ ആ ഗോപകുമാരന്മാരെയൊക്കെ മറച്ചത്. തതോ വത്സാനദൃഷ്ട്വൈത്യ പുളിനേപി ച വത്സപാൻ ഉഭാവപിവനേ കൃഷ്ണോ വിചികായ സമന്തത. ബ്രഹ്മാവ് ഇങ്ങനെ ചെയ്ത് മറിഞ്ഞ ഉടനെ പശുക്കുട്ടികളെ തെരഞ്ഞു പോയിട്ടുള്ള ഭഗവാൻ നോക്കുമ്പോ അവിടെയൊന്നും കാണാനില്ല, എവിടെയും കാണാനില്ല. ബ്രഹ്മാവ് മറിച്ചിട്ടുള്ളതെന്നൊക്കെ ഭഗവാൻ അറിയാലോ. എവിടെയാന്നുള്ള വിഷമത്തില് ആ യമുനാപുളിനത്തിലിരുന്ന് അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? അവര് അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചാണല്ലോ, ഭക്ഷണം കഴിച്ച സ്ഥലത്തേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോ എന്താ? ഗോപക്കുട്ടികളെയും കാണാനില്ല, ഗോപബാലന്മാരെയും കാണാനില്ല. അയ്യോ, എന്റെ വരവ് കാണാഞ്ഞിട്ട് അവര് എന്നെ അന്വേഷിച്ച് വേറെ എങ്ങാനും പോയിട്ടുണ്ടാവോ എന്നിങ്ങനെ വിഷമിച്ച് നിന്നു എന്നാ പറയണ ഭഗവാൻ. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടില്. പിന്നെ പശുക്കുട്ടികളെയും ആ ഗോപന്മാരെയും തെരഞ്ഞിങ്ങനെ നടക്കുകയാണെന്ന് ശ്രീകൃഷ്ണൻ ആ കാട്ടില്. എനിക്കൊന്നും അറിയില്ല എന്നുള്ള മട്ടില്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.